സമിതി MOU പരിശോധിക്കും, വിവാദ വ്യവസ്ഥകൾ അതെല്ലാം പരിശോധിക്കും. സമിതി അതിനെക്കുറിച്ച് പഠനം നടത്തും. പക്ഷേ അതിനുശേഷമായിരിക്കും കേന്ദ്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, ഈ വ്യവസ്ഥകൾ ഇല്ലെങ്കിൽ അത് സമിതി പഠിച്ചതിന് ശേഷം വീണ്ടും ഒരു മാറ്റം നിർദ്ദേശിക്കും കേന്ദ്രത്തോട്. അവിടെ നിർണായകമാവുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. കാരണം കരാറിലൊപ്പിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ എടുക്കുന്ന ആ പിന്മാറ്റം എന്ന തീരുമാനം കേന്ദ്രം അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത്ര ദിവസമായി കടുത്ത നിലപാട് എന്ന രീതിയിൽ നിന്നിരുന്ന CPI ആണ് ആ വിഷയത്തിൽ അയയുന്നത്. ഡി രാജ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് നിലപാടിൽ മാറ്റമില്ല എന്ന്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. സംസ്ഥാനം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ എങ്ങനെയാണ് ദേശീയ തലത്തിൽ CPI പ്രതികരിക്കുന്നത്? ധന്യ, നിലവിൽ നടക്കുന്ന ചർച്ചകൾ പോസിറ്റീവ് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഡി രാജ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതേസമയം കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള ഉടക്കുകൾ വെക്കുകയാണെങ്കിൽ അത് അപ്പോൾ കാണാമെന്നായിരുന്നു ഡി രാജയുടെ പ്രതികരണം. അങ്ങനെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇനി സംസ്ഥാനം ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെക്കുമ്പോൾ കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള ഉടക്കുകളുമായി രംഗത്തെത്തുകയാണെങ്കിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്താമെന്നാണ് ഡി രാജ പ്രതികരിച്ചിരിക്കുന്നത്. ആ നിലവിലത്തെ ഈ ഒരു തീരുമാനം അത് CPIയുടെ വിജയമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അതിന് ഡി രാജ പ്രതികരിച്ചില്ല. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഡി രാജ ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നുൾപ്പെടെ ഡി രാജ പറയുന്നുണ്ട്. എന്നാൽ അതിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. വൈകുന്നേരമാണ് ക്യാബിനറ്റ് യോഗം ചേരുക. ആ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി ഡി രാജ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നേരത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അത്തരമൊരു തീരുമാനം ആ CPI എടുത്തിരുന്നു. എന്നാൽ നിലവിൽ ക്യാബിനറ്റ് യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി ഡി രാജ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സബ് കമ്മിറ്റി അടക്കം പരിഹാരത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി രാജ പറയുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു തരി പോലും പിന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു CPIയുടെ കേന്ദ്ര നേതൃത്വം. നിരന്തരമായിട്ട് സംസ്ഥാന നേതൃത്വവുമായി ഈ വിഷയത്തിൽ ഒരാശയവിനിമയം ഡി രാജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നടത്തുകയും ഉണ്ടായിരുന്നു. ശരി, തൗഫീഖ്.